ലെനോവോ ലീജിയൻ 5 എന്ന് പറയുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. AI പവേർഡ് ഗെയിമിംഗ് ലാപ്ടോപ്പ് കിട്ടില്ല സാധനമാണ്. AMD Ryzen 7260 എന്ന് പറയുന്ന അടിപൊളി പ്രോസറാണ് ഇരിക്കുന്നത്. സോ ഒരു പവർഫുൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഐറ്റത്തിന്റെ വിശദമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചോളൂ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വന്നത്. ബോക്സിനകത്ത് ലാപ്ടോപ്പ് ആദ്യം തന്നെ അതാണ് കിട്ടുന്നത്. നല്ല കിട്ടിലും ഡിസൈനൊക്കെയാണ് കേട്ടോ. ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിനകത്ത് ചാർജർ 245 വാട്ടിന്റെ ഹെവി ചാർജറാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. 80 വാട്ട് അവറിൻ്റെ ആണോ ബാറ്ററി. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ലാപ്ടോപ്പിലേക്ക് വരാം. സോ ഇതാണ് ലെനോവോ ലീജിയൻ 5. ലെനോവോയും PC ഗെയിം പാസും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലാണ് ഈ ഒരു വീഡിയോ വരുന്നത്. എന്നാലും നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മളിവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. കണ്ടു നോക്കും. ആദ്യം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസൈൻ എങ്ങനെയാണെന്നത് കാണിച്ചു തരാം. ഡിസ്പ്ലേ 15.3 വരുന്ന LCD ഡിസ്പ്ലേ ആണ്. 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് നടത്താം. ഗെയിമേഴ്സിന് പറ്റിയതാണ്. 24/7 RGB ലൈറ്റും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന കീബോർഡ് സെറ്റപ്പ് ആണ്. 100% ആന്റി ഗോസ്റ്റിംഗ് കീബോർഡ് ആണ്. 1.6 mm ആണ് കീ ട്രാവൽ വരുന്നത്. ടച്ച് പാഡും കാര്യങ്ങളൊക്കെ കാണാം. കേസിന്റെ മെറ്റീരിയൽ പോളികാർബണേറ്റ് ആണ്. ഡുവൽ സ്പീക്കർ, 2 സ്പീക്കറാണ് വരുന്നത്. ഹർമാൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കറാണ്. അതുപോലെ നഹ്മിക് ഓഡിയോ ഒപ്റ്റിമൈസ്ഡ് സ്പീക്കറൊക്കെയാണ്. സോ നല്ല ക്വാളിറ്റി സെറ്റപ്പാണ് അതൊക്കെ. പിന്നെ HD ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഈ ഷട്ടറൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്ലിപ്സ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. 2.1 ആണ് ഇതിന്റെ വെയിറ്റ്. 2.1 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ചെറിയൊരു വെയിറ്റ് ഉള്ളതാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലേ, കാണണ്ടേ അത്രയും വെയിറ്റ്. റൈറ്റ് സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക്, അതേപോലെ തന്നെ ക്യാമറ ഷട്ടറിന്റെ കൺട്രോൾ, പിന്നെ 2 ടൈപ്പ് A പോർട്ടുകളാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ 2 ടൈപ്പ് C പോർട്ടും A പോർട്ടും കാണാം. പിന്നെ നെറ്റ് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ബാക്കിൽ പവർ HDMIയുടെ ഓപ്ഷൻ. പിന്നെ എയർ വെന്റുകൾ. നമ്മുടെ തെർമൽ സെക്ഷനിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. സോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഡിസൈൻ വരുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയല്ലോ. എന്താണ് ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ എന്നുള്ളത്. ഇനി ഇതിന്റെ പവർ. AMD Ryzen 7260 എന്ന് പറയുന്ന പ്രോസറാണ്. 4nm പ്രോസസ്സറാണ്. സോ നല്ല പവർ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 3.8 GHz ഇതിന്റെ ഒരു ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. 5.1 വരെ പോകുന്നുണ്ട് കേട്ടോ. സോ നല്ല പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. പിന്നെ Zen 4 ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്. അതായത് കുറച്ചും കൂടി നല്ല പവർ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ്. ഇനി ഇതിന്റെ ഗ്രാഫിക്സ് നോക്കിയാൽ NVIDIA GeForce RTX 5060 ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പവർഫുൾ ആണ് സംഭവം. അത് തന്നെ NVIDIAയുടെ ലേറ്റസ്റ്റ് ബ്ലാക്ക്വെൽ ആർക്കിടെക്ചറിലാണ് വരുന്നത്. സോ ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട, സെറ്റ് ആയിരിക്കും. പിന്നെ NP ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് AMD Ryzen AI സെറ്റപ്പാണ് വരുന്നത്. 16 TOPS ആണ്. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ പിടികിട്ടി. റാം സ്റ്റോറേജ് കൂടി പറയണ്ടേ. 16 GB DDR5 റാം ആണ് വരുന്നത്. 2 സ്ലോട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ റാം വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. SSD 1 TB ആണ് വരുന്നത്. അതിനും സ്ലോട്ട് ഉണ്ട് 2 നിങ്ങൾക്ക് അതും വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. സോ അപ്പോൾ ഇതിന്റെ ഓവറോൾ സ്പെക്കും കാര്യങ്ങളും മനസ്സിലായല്ലോ. അത് അടിപൊളിയാണ്. അത് കൂടാണ്ട് ലെനോവോയുടെ ഭാഗത്ത് നിന്ന് കുറേ AI സംഭവങ്ങൾ വരുന്നുണ്ട്. ലെനോവോയുടെ AI എഞ്ചിൻ പ്ലസ് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സംവിധാനമാണ് ആ AI എഞ്ചിൻ പ്ലസ് എന്ന് പറയുന്നത്. അതിനകത്ത് ലെനോവോ LA AI ചിപ്പാണ് വരുന്നത്. മെഷീൻ ലേണിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക CPU GPUവിനെയൊക്കെ. അതുപോലെ തന്നെ റിയൽ ടൈം ഫാൻ സെറ്റിംഗ്സ്, മാക്സിമം ഫ്രെയിം റേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടി, പവർ കൺസംഷൻ ബാലൻസ് ചെയ്യുന്ന പരിപാടി, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഈ AI സംവിധാനത്തിലൂടെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ AI ചെയ്തോളൂ. സോ അപ്പോൾ നമുക്കിനി കൂടുതൽ സംസാരിക്കേണ്ട അതിന്റെ പെർഫോമൻസിന്റെ ടോട്ടൽ സെറ്റപ്പ് പിടിയിട്ടല്ലോ. ഗെയിമുകൾ ഒന്നൊന്നായിട്ട് കളിക്കാം. ഗെയിം ഇതിൽ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ഗെയിം പാസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് വെച്ചുകൊണ്ട് 3 മാസത്തേക്കുള്ള ഗെയിം പാസ്സാണ് കിട്ടുക. അത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇങ്ങനെ ക്ലെയിം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ 300-ലധികം വരുന്ന ഗെയിമുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഞാനൊരു 4-5 ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം Forza Horizon ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഗെയിം പാസിന്റെ സെക്ഷനിലേക്ക് വരാം. അവിടെ ഗെയിമുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ Forza Horizon പ്ലേ ചെയ്യുകയാണ്. DLS സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല FPS ഫ്രെയിം റേറ്റ് കിട്ടുക. അപ്പോൾ നമ്മളത് ഓൺ ചെയ്യേണ്ടത് ഗെയിം നമ്മൾ കളിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. 130-150 റേഞ്ചിലുള്ളൊരു FPS ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതായത് ഈ ഡിസ്പ്ലേ ഓൾറെഡി 165 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിയൽ ഫീലിംഗ് കിട്ടും. Forza Horizon ഞാനിവിടെ കളിക്കുന്നുണ്ട്. GPUവിൻ്റെ യൂസേജ്, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ മുകളിൽ കാണുന്നുണ്ട്. ഞാൻ ഇത്തിരി സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ Forza Horizon പോലൊരു ഹെവി ഗെയിം ഈ ലാപ്ടോപ്പിൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഘടകം. എങ്ങനെയുണ്ട് സംഗതി? ഓക്കെ, ആ ഒരു ഗെയിം പോരല്ലോ, നമുക്ക് GTA ഒക്കെ നോക്കണ്ടേ. അതൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ആൾക്കാർ കളിക്കുന്നൊരു ഗെയിം. സോ അപ്പോൾ GTA 5 നമ്മളത് അവിടെ ഓപ്പൺ ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മളത് ഗെയിം കളിച്ചു തുടങ്ങുന്നത്. ഞാൻ ഗെയിം കളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഈ ഗെയിം കളിക്കുന്ന ആളല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആരംഭം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ബട്ട് ആ ഗെയിം റൺ ചെയ്ത് തുടങ്ങുമ്പോഴും ആ FPS നിങ്ങൾക്ക് കാണാം. ഇത് വന്നിട്ട് കയറി പോകുന്നുണ്ട്. ഗെയിമിൻ്റെ FPS എന്ന് പറയുന്നത് 200 മുകളിലേക്കാണ് കാണിക്കുന്നത്. ബട്ട് ഡിസ്പ്ലേയിൽ അപ്പോൾ നമുക്ക് ആ മാക്സിമം FPS ഭംഗിയായിട്ട് കിട്ടിക്കോളും. ഗെയിമിൻ്റെ സ്മൂത്ത്നെസ്സിനോ പെർഫോമൻസിനോ പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കളിക്കുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
സോ അപ്പോൾ GTA 5 നിങ്ങൾക്ക് ഇതിനകത്ത് നൈസായിട്ട് കളിക്കാം. ഈ രീതിയിലുള്ള GPU കൺസംഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഒരെണ്ണം കൂടി കളിച്ച് കാണിച്ചാലോ, നിഞ്ച അസാസിൻ. ആ ഒരു ഗെയിം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടും കളിച്ചിട്ടുള്ള അതൊരു ഗെയിമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിൻ്റെ DLS സംവിധാനങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ചാടി മറിഞ്ഞൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ ഗെയിം ഞാൻ പലയിടത്തും കണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 140-150 FPS റേഞ്ചിൽ തന്നെ നമുക്ക് അതും കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഡിസ്പ്ലേയുടെ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ഗെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നിഞ്ച അസാസിൻ്റെ ഒരു ഗെയിം പ്ലേ സെറ്റപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ GPU കൺസംഷനും കാര്യങ്ങളും ഒക്കെ മുകളിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ പോയിന്റേഴ്സും ഞാനവിടെ അഡ്വാൻസ് കൊടുത്ത് സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും ഇതുപോലുള്ളൊരു ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ കാര്യം എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ഗെയിം കൂടി കളിക്കാം. ഈ ധൂം ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഈ ഗെയിം കൂടി ഒന്ന് കളിച്ച് നോക്കാം. ഞാൻ അതിലും DLSും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗെയിം അടിപൊളിയായിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. ഇതും ഏകദേശം 140-150 റേഞ്ചിലുള്ള FPS ആണ് നമുക്ക് തരുന്നത്. നമ്മൾ PC കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. ആ കളിക്കുന്നിടത്ത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ആ ഗെയിം ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ഗോസ്റ്റുകളെയൊക്കെ സോംബികളെയൊക്കെ ഞാൻ പിടിച്ച് താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ധൂം ഡാർക്ക് ഏജ് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. 4ാമത്തെ ഹെവി ഗെയിമാണ് നമ്മളിവിടെ കളിക്കുന്നത്. അതിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പവർ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ ഓവറോൾ ഇവിടെ നമ്മൾ കണ്ട കാര്യം പെർഫോമൻസ് അടിപൊളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഡിവൈസ് ഹീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഹീറ്റ് ആവുന്നില്ല. ഹീറ്റിംഗ് വളരെ കൺട്രോൾഡ് ആണ്. അതായത് ഇതിൻ്റെ ഒരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഒരു പൊസിഷനിങ്ങും എല്ലാം പക്കയാണ്. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇതിനകത്തൊരു ഡുവൽ ഫാൻ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തുള്ളതുകൊണ്ടാണ് ഈ ഒരു എയർ ഇൻടേക്കും അതേപോലെ തന്നെ പുറത്തേക്ക് കളയുന്നതും ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നത്. എന്തായാലും CPU GP എന്നാണ് നമുക്ക് മെയിനായിട്ട് CPUവിൻ്റെ ഭാഗത്താണ് ടെമ്പറേച്ചർ കൂടുതൽ വരുന്നത്. CPU GP ആ ഭാഗത്തുനിന്നുള്ള ടെമ്പറേച്ചറിനെ കൃത്യമായിട്ട് അതിൻ്റെ ഹീറ്റ് പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഇത് വിജയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓവറോൾ തെർമൽ കൺട്രോൾ കിട്ടുന്നത്. യാതൊരു ഇഷ്യൂ ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് അതേപോലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പിടികിട്ടിയല്ലോ. ഹീറ്റ് ആവുന്നില്ല എന്ന കാര്യം പിടികിട്ടിയല്ലോ. ഇനി 1-2 കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. അതായത് ഇതിനകത്ത് ലീജിയൻ സ്പേസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഇത് കൂടെ കാണിച്ചു തരാം. ലീജിയൻ സ്പേസ് എന്ന് പറയുന്ന ആപ്പിനകത്ത് കയറിയാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. ഇതിനകത്ത് ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾ വയർ കണക്ട് ചെയ്തിട്ട് കേബിൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പെർഫോമൻസ് കസ്റ്റമറിലേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാലൻസുകൾ നിൽക്കും. സോ അപ്പോൾ ഞാൻ പവർ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പെർഫോമൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇഷ്ടമുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന മാക്സിമം പവറിലേക്ക് കളിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. GPU വർക്കിംഗ് മോഡ് ഹൈബ്രിഡ് ഓട്ടോ ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ നോളജ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺട്രോൾ നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത് ഗെയിമിൻ്റെ ഓഫറുകളും കാരണം കിടക്കുന്ന ഒരു സെക്ഷനാണ് ഗെയിംസിൻ്റെ സെക്ഷൻ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് നോക്കിയിട്ട് ഓഫറൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമാണ്. രണ്ടാമത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത ഗെയിമിൻ്റെ ലൈബ്രറിയാണ്. അതിൽ കുറേ അധികം ഗെയിമുകൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഗെയിമുകളാണ് ഈ കാണുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. നമുക്ക് ശരിക്കും Xboxൽ ഗെയിം പാസ് അവിടെ നിന്ന് പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇനി താഴെ ഗെയിം സോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഈ കാണുന്നതാണ് ഗെയിം ക്ലിപ്പിംഗ് മാസ്റ്റർ അടക്കമുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇത് AI പരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്ട്രീമിംഗ് അല്ലെങ്കിൽ ഗെയിം വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉപകാരപ്പെടും. കാരണം ഈ ഗെയിം ക്ലിപ്പ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിനകത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹൈലൈറ്റ് മൊമെൻറ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് തരും. നമ്മളത് പോസ്റ്റ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ പരിപാടി. അതിൽ പല ഓപ്ഷനുകളുണ്ട് കേട്ടോ. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്ത് കയറുമ്പോൾ ഒരു 5-8 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഓട്ടോ ഇതിനിഷ്ടമുള്ള ഒരു സംഭവം വേണോ, അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് വേണോ, ഫണ്ണി ആയിട്ടുള്ള മൊമെൻ്റ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ആനിമേറ്റഡ് അല്ലെങ്കിൽ സ്വരൽ അങ്ങനെ കുറേ ഡ്രീമി റെട്രോ ഗീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഗെയിം ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഗെയിം കമ്പാനി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അത് നമ്മളെ ഗെയിം നമ്മുടെ കൂടെ നമ്മളെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവം. നമ്മൾ ഗെയിം കില്ലെടുക്കുമ്പോൾ ഒന്ന് ചിയർ ചെയ്യുന്ന പരിപാടി, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ മറ്റേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. സോ അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കൂടി പറയണം. ഡിസ്പ്ലേയെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല, സൈസ് മാത്രം ആദ്യം പറഞ്ഞുള്ളൂ. 15.3 ഇഞ്ച് വരുന്ന 165 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 300 നിറ്റ്സിൻ്റെ ആൻറ്റി ഗ്ലെയർ, 100% sRGB, ഡോൾബി വിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. G-Sync കോമ്പാറ്റബിളും ആണ്. സോ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ. LCD ഡിസ്പ്ലേ ആണെന്നേ ഉള്ളൂ, ബട്ട് നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, വിഷയമൊന്നുമില്ല. വിഷ്വലൊക്കെ ഞാൻ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്. എത്ര നേരം നമ്മൾ ഗെയിം കളിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഷൂട്ട് ചെയ്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഗെയിം റെക്കോർഡ് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. സോ ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് ഷൂട്ട് ചെയ്ത് തന്നെ കാണിച്ചത്. സോ ഒരു ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയുണ്ട് ഈ ഡിസ്പ്ലേ, അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. പിന്നെ ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80 വാട്ട് ബാറ്ററിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ഗെയിമുകൾ കളിക്കുമ്പോൾ നിങ്ങൾ കേബിൾ കണക്ട് ചെയ്ത് തന്നെ കളിക്കണം. അപ്പോഴാണ് ആ പെർഫോമൻസ് മോഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുക, ടോപ്പ് ലെവൽ പെർഫോമൻസ് കിട്ടുക.
ചാർജർ 245 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. 3 പിൻ ചാർജറാണ്. സോ അടിപൊളിയായിട്ട് കണക്ട് ചെയ്തിട്ട് പൊളിക്കും. പിന്നെ ഇതിൽ വരുന്നത് Windows 11 ആണ്. MS ഓഫീസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതും ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വേറെ നോർമൽ സിസ്റ്റം പെർഫോമൻസിലും കാര്യങ്ങളിലും ഒന്നും യാതൊരു വിഷയങ്ങളുമില്ല, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓവറോൾ ക്ലിക്കൻ സാധനമായിട്ടുണ്ട്. ഇതിൻ്റെ വിലയോ 1,40,000 റേഞ്ചിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1,47,990 രൂപയാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. ലെനോവോയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, അവർക്ക് പല ലാപ്ടോപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ മോഡലിനും എല്ലാ കസ്റ്റമൈസേഷനും ഉണ്ടാവില്ല, ബട്ട് അവിടെ കയറി ബിൽഡ് യുവർ PC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാം, സ്റ്റോറേജ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ കൊടുത്താൽ അവർ ഈസി ആയിട്ട് ഡെലിവറി ചെയ്ത് തരും. സോ അപ്പോൾ ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാനും അവർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലെനോവോ. അപ്പോൾ ഈ ലാപ്ടോപ്പ് എവിടെയൊക്കെ കിട്ടുന്ന ചോദിച്ചാൽ അവിടെ മാത്രമല്ല, Lenovo.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് കിട്ടുന്നുണ്ട്. ഓഫ്ലൈൻ സ്റ്റോറുകളിലും നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ NVIDIA GeForce RTX 5060 ലാപ്ടോപ്പാണ്. ഇതിന് തന്നെ 5050 മോഡലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. സോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് ചൂസ് ചെയ്യാം. അതിന് 1,37,490 വരുന്നുള്ളൂ, ഇതിന് 1,47,490 ആണ്. സോ 5050 വേണോ 5060 വേണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ ഓവറോൾ നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുന്നെങ്കിൽ ഈ പ്രൈസിന് ഇത് കൊള്ളാവുന്ന ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ ഗെയിം എല്ലാം ഇവിടെ കളിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പറയുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലൊക്കെ കുറിച്ച് അറിയാൻ താല്പര്യം അറിയട്ടെ. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഐറ്റത്തെ ഒന്ന് പരിഗണിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ Lenovo Legion 5 എന്ന് പറയുന്ന ലാപ്ടോപ്പിൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.